ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. മെയ് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫേഴ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യ ചോദ്യം, ഇന്ത്യൻ കരസേന ആതിഥേയത്വം വഹിക്കുന്ന പ്രഥമ ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ പ്രഗതി. ബഹുരാഷ്ട്ര സൈനിക അഭ്യാസം ഉണ്ടോ? പ്രഗതിയുടെ വേദി എവിടെയാണ്? മേഘാലയയിലെ ഉംറോയിയാണ് പ്രഗതിയുടെ വേദി. 2026 അയർലൻഡിലെ കാറോയിൽ വെച്ച് നടന്ന IBSF വേൾഡ് ബില്യാർഡ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരമാര്? ആരാണ്? സൗരവ് കോത്താരിയാണ്. ആരാണ്? സൗരവ് കോത്താരി. 2026 മെയ് 1 മുതൽ ഒപെക് പ്ലസ് എന്നീ കൂട്ടായ്മകളിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച രാജ്യം ഉണ്ടോ? ഓർഗനൈസേഷൻ ഫോർ പെട്രോളിയം എക്സ്പോർട്ട് കൺട്രീസ് എന്നാണ് ഒപ്പക്കിന്റെ മീനിങ്. അപ്പൊ അതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച രാജ്യമാണ് ഏത്? UAE ആണ് ഒപ്പക്കിൽ നിന്ന് പിന്മാറുന്ന രാജ്യം. അടുത്തിടെ 2026 ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? ഗംഗ എക്സ്പ്രസ് വേ. ഏതാണ്? ഗംഗ എക്സ്പ്രസ് വേ. ഒരു നൂറ്റാണ്ടിന് ശേഷം ഏഷ്യൻ കാട്ടുപോത്തുകളെ അടുത്തിടെ വിജയകരമായി പുനരധിവസിപ്പിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? കൻഹ നാഷണൽ പാർക്ക്. മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്കിലാണ് കാട്ടുപോത്തുകളെ എന്ത് ചെയ്തത്? പുനരധിവസിപ്പിച്ചത്. ഓക്കെ ആണല്ലോ. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭ പ്രസിഡന്റ് നോക്കിയേ, ആരാണ്? അന്നലീന ബെയർബോക്ക്. കണ്ടോ? അന്നലീന ബെയർബോക്ക് ആണ് ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രസിഡന്റ്. വന്യജീവികൾക്കായി കൃത്രിമ ആകാശപാലം. എന്താണ്? കൃത്രിമ ആകാശപാലം. ശ്രദ്ധിച്ചേ, അതാണ് പോയിന്റ്. കൃത്രിമ ആകാശപാലം നിർമ്മിച്ച ഇന്തോനേഷ്യയിലെ പ്രദേശം ഏതാണ്? വടക്കൻ സുമാത്ര. ഏതാണ്? വടക്കൻ സുമാത്ര. ഓക്കെ ആണല്ലോ. അന്ന് സുനാമി ഒക്കെ ഉണ്ടായത് ഈ സുമാത്രയിലുണ്ടായ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് സുനാമി ഉണ്ടായത് കേട്ടോ. വാർത്താമാധ്യമങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നതിന്റെ ഭാഗമായി മെറ്റ, ഗൂഗിൾ, ടിക്ടോക്ക് ഉണ്ടോ? ഏതൊക്കെയാണ്? മെറ്റ, ഗൂഗിൾ, ടിക്ടോക്ക് തുടങ്ങിയ ഡിജിറ്റൽ കമ്പനികൾക്ക് മേൽ ടാക്സ് ചുമത്താൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ ആണ്. ഏതാണ്? ഓസ്ട്രേലിയ. കുടുംബശ്രീ മിഷൻ പുറത്തിറക്കുന്ന കുട്ടനാടൻ താറാവിറച്ചിയുടെ പുതിയ ബ്രാൻഡ് നെയിം എന്താണ്? കുട്ടനാട് താറാവിറച്ചിയുടെ പുതിയ ബ്രാൻഡ് നെയിം ആണ് എന്തുവാ? ചിരു. എന്താണ്? ചിരു. ഓക്കെ ആണല്ലോ. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏത് US പ്രസിഡന്റിന്റെ ചിത്രമാണ് പുതുതായി പുറത്തിറക്കുന്ന പ്രത്യേക പാസ്പോർട്ടുകളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? മറ്റാരുടെയല്ല. ആരുടെയാണ്? ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രമാണ് പാസ്പോർട്ടുകളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞനും ഡോക്യുമെന്ററി അവതാരകനുമായ ഡേവിഡ് ആൻഡൻബറോയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് മെയ് 8 ആയിരുന്നു ജന്മദിനം. പുറത്തിറങ്ങുന്ന പ്രത്യേക പരിപാടിയുടെ പേരെന്ത്? എന്താണ്? മേക്കിംഗ് ലൈഫ് ഓൺ എർത്ത്. മേക്കിംഗ് ലൈഫ് ഓൺ എർത്ത്. ഏതാണ്? മേക്കിംഗ് ലൈഫ് ഓൺ എർത്ത്. സൈബർ സുരക്ഷാ മേഖലയിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുന്നറിയിപ്പ് നൽകിയ ആന്ത്രോപിക്. എന്താണ്? ആന്ത്രോപിക് ഉണ്ടോ എന്ന അമേരിക്കൻ കമ്പനി വികസിപ്പിച്ച പുതിയ AI മോഡൽ ഏതാണ്? ക്ലോഡ് മിത്തോസ്. എന്താണ് അതിന്റെ പേര്? ക്ലോഡ് മിത്തോസ്. അടുത്തിടെ ഏകദേശം 12,000 വർഷം പഴക്കമുള്ള സമുദ്രജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തിയ തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ്? പനയൂറാണ്. ഏതാണ്? പനയൂർ. നോക്കി, 12,000 വർഷം പഴക്കമുള്ള സമുദ്രജീവികളുടെ ഫോസിലുകളാണ് എവിടെ കണ്ടെത്തിയത്? പനയൂരിൽ കണ്ടെത്തിയിരിക്കുന്നത്.
ലോകത്തെ ഏറ്റവും ചൂട് കൂടിയ 100 നഗരങ്ങളുടെ പട്ടികയിൽ 2026 ഏപ്രിലെ കണക്ക് മാത്രം അനുസരിച്ചാണ് 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം ഏതാണ്? ബന്ദയാണ്. ബന്ദ മധ്യപ്രദേശിലെ ഒരു നഗരമാണ് ബന്ദ. അടുത്തിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ യാത്ര ചെയ്യവേ യാത്രക്കാർക്കിടയിൽ എലിപ്പനി വിഭാഗത്തിൽപ്പെട്ട ഹാൻഡ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കപ്പൽ ഏതാണ്? ഏത് വൈറസാണ്? ഹാൻഡ വൈറസ് റിപ്പോർട്ട് ചെയ്ത കപ്പൽ ഏതാണ്? MV ഹോണ്ടിയസ്. ഏതാണ്? MV ഹോണ്ടിയസ് ആണ്. അമേരിക്കയിലെ ഒഹായോ ഉൾപ്പെടെയുള്ള വടക്കേ അമേരിക്കൻ വനമേഖലകളിൽ കാണപ്പെടുന്നതായി വിശ്വസിക്കപ്പെടുന്ന വാർത്തകളിൽ ഇടം പിടിച്ച നിഗൂഢ ജീവി ഏതാണ്? ബിഗ് ഫൂട്ട്. ആ ജീവിയുടെ പേരാണ് എന്തുവാ? ബിഗ് ഫൂട്ട്. കണ്ടോ? നിഗൂഢ ജീവിയുടെ പേരാണ് ബിഗ് ഫൂട്ട്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിൽ നിന്നും വിജയിച്ച വനിതാ MLA ആരാണ്? അത് ഫാത്തിമ തഹ്ലിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് വന്നതാണ്. ആരാണ്? ഫാത്തിമ തഹ്ലിയാണ്. അപ്പൊ ആരാണ് നൂറ് ബിൻ റഷീദ് ആരാണ് എന്ന് വെച്ചാല് മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA കാൻഡിഡേറ്റ് ആണ്. ആര്? നൂറ് ബിൻ റഷീദ്. കണ്ടോ? അപ്പൊ ഫാത്തിമ തഹ്ലിയാണ് എന്താ മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA അല്ലെ. നൂറ് ബിൻ റഷീദ് ആണ് ആരാ? മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA കാൻഡിഡേറ്റ്. ഓക്കെ ആണല്ലോ. അത് 2021 കേട്ടോ. 2021 ഇതിപ്പോ അറിയാലോ 2026 2026 ഈ ഇലക്ഷനിലാണ് ഫാത്തിമ തഹ്ലി എന്ത് ചെയ്തിരിക്കുന്നത്? വിജയിച്ചിരിക്കുന്നത്. ഓക്കെ ആണ്. അടുത്ത ചോദ്യം, 2025-26 സീസണിലെ ഇറ്റാലിയൻ സീരി എ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ് ഏതാണ്? ഇന്റർ മിലാൻ ആണ്. ഏതാണ്? ഇന്റർ മിലാൻ. കേരളത്തിൽ ആദ്യമായി കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ഇന്ധനം നിറയ്ക്കുന്ന കണ്ടോ അതിന്റെ പേരാണ് ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ്. കണ്ടോ? ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ്. ഒരു നങ്കൂരമിട്ട് നിൽക്കുന്ന കപ്പലിൽ നിന്നും അടുത്ത കപ്പലിലേക്ക് എന്ത് ചെയ്യുന്നു? ഇന്ധനം നിറയ്ക്കുന്നു അല്ലെ. അത് വിജയകരമായിട്ട് നടന്നത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. എവിടെയാണ്? വിഴിഞ്ഞത്താണ് അത് നടന്നിരിക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിന് ശേഷം ഹോർമുസ് കടലിടുക്ക് കടന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പൽ കണ്ടോ? അത് ആ കപ്പലിന്റെ പേര് തന്നെ നോക്കിയാൽ മതി. MD സർവശക്തിയാണ്. കണ്ടോ? സർവശക്തി എടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹോർമുസ് കടന്നിരിക്കുന്നത്. 2026 മെയ് മാസത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ IAFS 4 പ്രമേയം എന്താണ്? IAFS 4ന്റെ പ്രമേയം എന്താണ്? IA സ്പിരിറ്റ്. എന്താണ്? IA സ്പിരിറ്റ്. IA എന്താണ്? ഇന്ത്യ ആഫ്രിക്ക അല്ലെ. ഇന്ത്യ ആഫ്രിക്ക. ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ സെക്രട്ടറിയുടെ സ്മരണാർത്ഥം അടുത്തിടെ വികസിപ്പിച്ചെടുത്ത പുതിയ സങ്കര ഇനം റോസാപ്പൂവിന് നൽകിയിരിക്കുന്ന പേരെന്ത്? എന്താണ്? ത്രിഭുവൻ. ത്രിഭുവൻ എന്നാണ് സങ്കര ഇനം റോസാപ്പൂവിന് നൽകിയിരിക്കുന്ന പേര്. ഓക്കെ ആണല്ലോ. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ചെറുക്കുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പിലാക്കി ദേശീയ തലത്തിൽ മികച്ച മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രോഗ്രാം ഏതാണ്? അമരമാണ്. ഏതാണ്? അമരം. ഇമെയിൽ ഐഡികൾക്കും UPI ഐഡികൾക്കും സമാനമായി വിലാസങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള രീതിയിൽ കത്തുകളും പാഴ്സലുകളും അയക്കാൻ തപാൽ വകുപ്പ് വികസിപ്പിച്ചെടുത്ത വെർച്വൽ അഡ്രസ് സംവിധാനം ഏതാണ്? ധ്രുവ. ഏതാണ്? ധ്രുവ. ഓക്കെ ആണല്ലോ. UIDAI കണ്ടോ? ഉദയയുടെ ഫുൾ ഫോം എന്താണ്? യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ. പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ്? സൗരവ് വിജയ് ആണ് നിയമിതനായത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാധാരണ ബോംബുകളെ കൃത്യതയുള്ള ആയുധങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന കിറ്റിന്റെ പേരെന്ത്? എന്താണ്? താര. എന്താ? ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ. ഉണ്ടോ?
ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമായ ഡായ് ഡായ് ആലപിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? പുതിയ ഔദ്യോഗിക ഗാനം ഫിഫ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ആലപിച്ചിരിക്കുന്ന ആരൊക്കെയാണ്? ഷക്കീറയും ബെർണാബോയും. കണ്ടോ, ആരൊക്കെയാണ്? ഷക്കീറയും ബെർണാബോയും കൂടെ ചേർത്തിട്ടാണ് ഡായ് ഡായ് എന്ന് പറയുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത്. 2026 ജൂണിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരമേത്? ഏതാണ്? ഇൻഡോർ ആണ്. ഏതാണ്? ഇൻഡോർ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അജ്ഞാത പേടകങ്ങളെ കുറിച്ചുള്ള രഹസ്യ ഫയലുകൾ അടുത്തിടെ ഔദ്യോഗികമായി പരസ്യപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഏതാണ്? അമേരിക്കയാണ്. അമേരിക്കയുടെ കയ്യിലാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളത്. അപ്പോൾ അമേരിക്കയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രഹസ്യ ഫയലുകൾ അടുത്തിടെ ഔദ്യോഗികമായി പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അത് ചിന്തിച്ചോണം. എന്താണ്? പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അജ്ഞാത പേടകങ്ങളെ കുറിച്ചുള്ള രഹസ്യ ഫയലുകളാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? പുറപ്പെടുവിച്ചിരിക്കുന്നത് അല്ലേ. ഏത് സംസ്ഥാനത്തിലെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? റൈറ്റേഴ്സ് ബിൽഡിംഗ് ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഓക്കെ ആണല്ലോ. പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത് ആരാണ്? സുവേന്ദു അധികാരിയാണ്. ആരാണ്? സുവേന്ദു അധികാരി. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുറത്തിറക്കിയ, എന്ന് വെച്ചാൽ കേരളത്തിന്റെ അന്ന് VD സതീശൻ, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും VD സതീശൻ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴത്തേക്കും പുറത്തിറക്കിയ ക്രൈസ്തവ സഭകളുടെ വിവിധ സമ്മേളനങ്ങളിൽ നടത്തിയ പ്രഭാഷണങ്ങളുടെ സമാഹാരമായ പുതിയ പുസ്തകത്തിന്റെ പേരെന്ത്? എന്താണ്? ആദം നീ എവിടെയാകുന്നു. എന്താണ്? ആദം നീ എവിടെയാകുന്നു എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് ഇത് പുറത്തിറക്കിയത്. ഓക്കെ ആണല്ലോ. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2024 കണക്കുകൾ പ്രകാരം രാജ്യത്തെ ആത്മഹത്യാ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാം സ്ഥാനത്താണ്? 3-ാം സ്ഥാനത്താണ്. എത്രാം സ്ഥാനത്താണ്? 3-ാം സ്ഥാനത്താണ് കേരളം. ഫോബ്സ് മിഡിൽ ഈസ്റ്റ് പുറത്തുവിട്ട പട്ടിക പ്രകാരം UAE ഏറ്റവും സമ്പന്നനായ മലയാളി ആരാണ്? MA യൂസഫ് അലിയാണ്. ആരാണ്? MA യൂസഫ് അലിയാണ് UAE ഏറ്റവും സമ്പന്നനായിട്ടുള്ള മലയാളി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം 2026 ജൂലൈ 1 മുതൽ, ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, 2026 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പദ്ധതി ഏതാണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ. കണ്ടോ, VBG റാംജി എന്നാണ് ആ മിഷന്റെ പേര്. VBG റാംജി. കണ്ടോ, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ. ആജീവിക മിഷൻ. ഓക്കെ ആണല്ലോ. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ക്രിമിനൽ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? കേരളം. കണ്ടോ, ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നത്? ക്രിമിനൽ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. രക്ഷകർത്താക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഒരാഴ്ച വരെ സുരക്ഷിതമായ താമസം ഉറപ്പാക്കുന്നതിനായി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അൻപ് വീട് പദ്ധതി. ഏതാണ്? അൻപ് വീട്. 2026 ലാലിഗ ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? ബാഴ്സലോണയാണ്. ഏതാണ്? ബാഴ്സലോണ. സാത്താൻ 2 എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതെന്ന് റഷ്യ അവകാശപ്പെടുന്ന പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? സർമദ്. ഏതാണ്? സർമദ്. 2026 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? പാർക്ക് ചാൻ വുക്. കണ്ടോ, പാർക്ക് ചാൻ വുക്കിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിംഗിൾ മാസ്റ്റ് അസിമെട്രിക് കേബിൾ സ്റ്റേസ്ഡ് പാലം അല്ലെ എവിടെയാണ്? ദാൻജിയാങ് പാലമാണ്. തായ്വാനിലെ ദാൻജിയാങ് പാലം. മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനുള്ള ഇക്കോ പർജ്
എന്താണ് ഇക്കോപർജ് എന്ന കണ്ടുപിടുത്തത്തിന് 2026 എർത്ത് പ്രൈസ് യുവ പുരസ്കാരത്തിന് അർഹയായ മലയാളി വിദ്യാർത്ഥിനി ആരാണ്? ആര്യ സതീശനാണ്. ആരാണ്? ആര്യ സതീശൻ. ഏത് സംസ്ഥാനത്തിലെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യമാണ്, ഒന്നുകൂടെ ഒന്ന് പറയുന്നുള്ളൂ. പശ്ചിമ ബംഗാൾ. എന്താണ്? പശ്ചിമ ബംഗാൾ. അടുത്ത ഇതും നമ്മൾ നേരത്തെ വന്ന ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന അല്ലെ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഏത് റൂട്ടിലാണ്? കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്കാണ് നോക്കി രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാനം ആരംഭിക്കുന്നത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യമാണ്, പറഞ്ഞു. ഓക്കെ, ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? വൺ കേസ് വൺ ഡേറ്റ പദ്ധതി. ഓക്കെ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടുത്തിടെ സിംഗപ്പെണ്ണ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? സിംഗപ്പെണ്ണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാട്. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം എന്താണ്? കവചം മാതൃകയാക്കി തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷ. അടുത്തിടെ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്തമായ CID മൂസ, ഇരുമ്പ് കൈ മായാവി തുടങ്ങിയ കോമിക് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് മലയാളത്തിൽ ആക്ഷൻ കോമിക്കുകൾക്ക് തുടക്കം കുറിച്ച പ്രശസ്ത ചിത്രകഥാകൃത്ത് ആരാണ്? കണ്ണാടി വിശ്വനാഥൻ. ആരാണ്? കണ്ണാടി വിശ്വനാഥൻ. IPL ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന ആരാണ്? വിരാട് കോഹ്ലിയാണ്. ആരാണ്? വിരാട് കോഹ്ലി. ഫ്രഞ്ച് ലീഗ് 1 ഫുട്ബോളിൽ തുടർച്ചയായി 5ാം തവണയും കിരീടം നേടുന്ന ടീമാണ് ഏത്? PSG. 2026 സ്പാനിഷ് ലാലിഗ കിരീടം നേടിയ ടീം ഏതാണ്? ബാഴ്സലോണയാണ് അല്ലെ. ഏതാണ്? ബാഴ്സലോണ. 2026 ഇറ്റാലിയൻ കപ്പ് നേടിയ ടീം ഏതാണ്? ഇന്റർ മിലാൻ ആണ്. ഏതാണ്? ഇന്റർ മിലാൻ. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കിരീടം നേടിയ ടീം ഏതാണ്? ഈസ്റ്റ് ബംഗാൾ. ഏതാണ്? ഈസ്റ്റ് ബംഗാൾ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കുമുള്ള സംഭാവനകളെ മാനിച്ച് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരമോന്നത പുരസ്കാരം ഏതാണ്? അഗ്രിക്കോള മെഡലാണ്. ഏതാണ്? അഗ്രിക്കോള മെഡൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകാനായി നടപ്പിലാക്കുന്ന പുതിയ സംവിധാനം ഏതാണ്? പെർസെന്റൈൽ ത്രെഷോൾഡ്. പെർസെന്റൈൽ ത്രെഷോൾഡ്. ലോകത്തിലെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലികളിലൊന്നായ കൊമേഴ്ഷ്യൽ ഡൈവിംഗ്. എന്താണ്? കൊമേഴ്ഷ്യൽ ഡൈവിംഗ്. കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായ മലയാളി ആരാണ്? KV അതുല്യാണ്. ആരാണ്? KV അതുല്യ. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? യാങ് ഷുവാങ് സി. ആരാണ്? യാങ് ഷുവാങ് സി. 2026 മെയ് മാസത്തിൽ ഗ്ലാൻഡേഴ്സ് ഡിസീസ് ഗ്ലാൻഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കുതിരപ്പനി. എന്താണ്? കുതിരപ്പനി. ഗ്ലാൻഡേഴ്സ് ഡിസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണ്? ചെന്നൈ ആണ്. ഏതാണ്? ചെന്നൈ ആണ്. ഇന്ത്യയിലുടനീളം 100 ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വികസിപ്പിക്കുന്നതിനായി 33,600 കോടി രൂപ 33,600 കോടി രൂപ ചിലവിൽ കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് ഭവ്യ. ഏതാണ്? ഭവ്യ. 3 പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടന്നിരുന്ന ഉത്തരാഖണ്ഡിലെ ഇന്ത്യ ചൈന അതിർത്തി ഗ്രാമമായ
ഗുഞ്ചിയിലെ പ്രൈമറി സ്കൂൾ ഇന്ത്യൻ സൈന്യം അടുത്തിടെ എന്ത് ചെയ്തു? പുനർനിർമ്മിച്ച് പ്രവർത്തന സജ്ജമാക്കി. അത് ഏത് ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു? ഏതാണ്? ഓപ്പറേഷൻ സദ്ഭാവന. ഓപ്പറേഷൻ സദ്ഭാവനയുടെ ഭാഗമായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ഏരിയൽ അംബാസഡർ എന്നറിയപ്പെടുന്നതും അടുത്തിടെ 30 വർഷത്തെ സേവനവും 800 അഭ്യാസ പ്രകടനങ്ങളും പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏക 9 എയർക്രാഫ്റ്റ് ഫോർമേഷൻ എയറോബാറ്റിക് സംഘം ഏതാണ്? ഏതാണ്? സൂര്യകിരൺ എയറോബാറ്റിക് ടീം. കണ്ടോ, സൂര്യകിരൺ എയറോബാറ്റിക് ടീമാണ്. സംസ്ഥാന സർക്കാരിന്റെ കടപ്പത്രങ്ങളുടെ ലേലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് നടപ്പിലാക്കുന്നത്? ഏത് പ്ലാറ്റ്ഫോം വഴിയാണ്? ഇ കുബേർ വഴിയാണ് നടപ്പിലാക്കുന്നത്. ഏത് പ്ലാറ്റ്ഫോം വഴിയാണ്? ഇ കുബേർ വഴിയാണ് നടപ്പിലാക്കുന്നത്. 2026 അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക് ആൻഡ് ആസ്ട്രോനോട്ടിക്കിന്റെ ഗൊദാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം, കണ്ടോ, ഗൊദാർഡ് ആസ്ട്രോനോട്ടിക് പുരസ്കാരം ലഭിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഏതാണ്? ചാന്ദ്രയാൻ 3 ആണ്. ഏതാണ്? ചാന്ദ്രയാൻ 3. 2025 ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് കണ്ടോ ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ ആരാണ്? മേജർ അഭിലാഷ ബരാക്ക് ആണ്. മേജർ അഭിലാഷ ബരാക്ക്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ P.N. പണിക്കരെ കുറിച്ച്. അപ്പൊ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ്? P.N. പണിക്കരാണ്. ആരാണ്? P.N. പണിക്കരാണ്. P.N. പണിക്കരെ കുറിച്ച് അടുത്തിടെ പ്രകാശനം ചെയ്ത ദി ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? P.P. സത്യനാണ്. ആരാണ്? P.P. സത്യനാണ്. 2025-26 സീസണിലെ സൗദി പ്രോ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ് ഏതാണ്? ഏതാണ്? അൽ നസർ ആണ്. ഏതാണ്? അൽ നസർ. അഴിമതി രഹിത കേരളം ലക്ഷ്യമിട്ട് അഴിമതി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് 5000 രൂപ സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ട് വിജിലൻസ് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്ത്? എന്താണ്? പ്രോജക്ട് സീറോ. ഏതാണ്? പ്രോജക്ട് സീറോ. നിലവിലെ വിജിലൻസ് ഡയറക്ടർ ആരാണ്? മനോജ് എബ്രഹാം IPS ആണ്. അല്ലെ? ആരാണ്? മനോജ് എബ്രഹാം IPS. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഏത് നയതന്ത്ര കരാറുമായി ബന്ധപ്പെടുത്തിയാണ് ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? അബ്രഹാം അക്കോർഡ്സ്. എന്താണ്? അബ്രഹാം അക്കോർഡ്സ് ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം എവിടെയാണ് അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചത്? എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് പ്രവർത്തനം ആരംഭിച്ചത്. 2026 RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനാവുന്നത് ആരാണ്? രോഹിത് ജെയിൻ ആണ്. 2026 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ്? നോർവേ ആണ്. ഏത് രാജ്യമാണ്? നോർവേ. വെള്ളത്തിനടിയിൽ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് അടുത്തിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ആരാണ്? ആൻഡമാൻ നിക്കോബാർ ആണ്. അല്ലേ? ആൻഡമാൻ നിക്കോബാർ ആണ് എന്താണ്? വെള്ളത്തിനടിയിൽ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് അടുത്തിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത്. 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? A.D. തോമസ് ആണ്. ആരാണ്? A.D. തോമസ്. ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് A.D. തോമസ് എന്ത് ചെയ്ത് മത്സരിക്കുകയുണ്ടായത്. 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പിണറായി വിജയനാണ്. മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. ഏതാണ്? ധർമ്മടം. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന ആരാണ്? P.K. കുഞ്ഞാലിക്കുട്ടിയാണ്. കണ്ടോ, കേരള നിയമസഭാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ്. മലപ്പുറം മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. 85,327 വോട്ടിനാണ് P.K. കുഞ്ഞാലിക്കുട്ടി ജയിച്ചത്. അതാണ് ഭൂരിപക്ഷം. മട്ടന്നൂരിൽ K.K. ശൈലജ നേടിയ 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. കണ്ടോ, തൊട്ട് പിന്നിൽ ആരായിരുന്നു? ശൈലജയാണ് കേട്ടോ. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയിരിക്കുന്ന ആരാണ്? C. രവീന്ദ്രനാഥാണ്. എത്ര വോട്ടാണ്? 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് C. രവീന്ദ്രനാഥ് വിജയിച്ചിരിക്കുന്നത്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ
സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡൽ ഏതാണ്? ക്ലൗഡ് മിത്തോസ് ആണ്. ഏതാണ്? ക്ലൗഡ് മിത്തോസ്. പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? പ്രസൂൺ ജോഷിയാണ്. ആരാണ്? പ്രസൂൺ ജോഷി. ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഒരു വോട്ടിന് വിജയിച്ച സ്ഥാനാർത്ഥി ആരാണ്? ശ്രീനിവാസ സേതുപതി. ആരാണ്? ശ്രീനിവാസ സേതുപതി. TVK സ്ഥാനാർത്ഥിയാണ്. TVK മുഴുവൻ പേര്, TVKയുടെ മുഴുവൻ പേര് എന്താണ്? തമിഴക വെട്രിക്കഴകം. എന്താണ്? തമിഴക വെട്രിക്കഴകം. സ്ഥാപകൻ ആരാണ്? തമിഴ് ചലച്ചിത്ര താരമായ വിജയ്. വിജയുടെ ഫുൾ നെയിം എന്താണ്? സി ജോസഫ് വിജയ്. എന്താണ്? സി ജോസഫ് വിജയ്. രൂപീകരണം എന്നാണ്? 2024 ഫെബ്രുവരി 2-ന്. 2024 ഫെബ്രുവരി 2-നാണ് വിജയ് എന്ത് ചെയ്തിരിക്കുന്നത്? പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. TVKയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈയിലെ പനയൂരിലാണ്. ചെന്നൈയിലെ പനയൂർ. കണ്ടോ? മുദ്രാവാക്യം എന്താണ്? പിറപ്പൊക്കും എല്ലാ ഉയർക്കും. കണ്ടോ? പിറപ്പൊക്കും എല്ലാ ഉയർക്കും. തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു? വിസിലായിരുന്നു അല്ലെ? TVKയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? വിസിലാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നടന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് TVK എന്ത് ചെയ്തു? മാറുകയുണ്ട്. എത്ര സീറ്റുകളാണ് ലഭിച്ചത്? 108 സീറ്റുകളാണ് TVKക്ക് ലഭിച്ചത്. 2026 മെയ്യിൽ ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായിട്ട് നിയമിതനായത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി. ആരാണ്? NS രാജസുബ്രഹ്മണി. നിലവിലെ മേധാവിയായ ജനറൽ അനിൽ ചൗഹാൻ. 2026 മെയ് 30-ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ആര് വന്നിരിക്കുന്നത്? NS രാജസുബ്രഹ്മണി വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ CDS ആരായിരുന്നു? ബിപിൻ റാവത്ത് ആയിരുന്നു. ആരായിരുന്നു? ബിപിൻ റാവത്ത്. അറിയാലോ? ബിപിൻ റാവത്ത് ആയിരുന്നു എന്താണ്? ഏറ്റവും ആദ്യത്തെ CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയായിട്ട് നിയമിതനായത് ആരാണ്? ആരാ? കൃഷ്ണസ്വാമിനാഥനാണ്. ആരാണ്? കൃഷ്ണസ്വാമിനാഥനാണ്. നിലവിലെ മേധാവിയായ അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി മെയ് 31-ന് വിരമിച്ച പോസ്റ്റിലേക്കാണ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2026 മെയ്യിൽ തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് ചുമതലയേറ്റിരിക്കുന്ന ആരാണ്? ഉദയനിധി സ്റ്റാലിനാണ്. ആരാണ്? ഉദയനിധി സ്റ്റാലിൻ. അടുത്ത, പാക് കടലിടുക്ക് ഏറ്റവും വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന ആരാണ്? ഇഷാങ് സിംഗ് ആണ്. ആരാണ്? ഇഷാങ് സിംഗ്. 7 വയസ്സുകാരനാണ്. ജാർഖണ്ഡ് സ്വദേശിയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതെന്ന് എന്നാണ്? 2026 ജൂലൈ 1 മുതലാണ്. 2026 ജൂലൈ 1 മുതലാണ്. ഇനി നമ്മുടെ കേരള മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ VD സതീശനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. നോക്കിയേ, കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. 24ാമത്തെ മുഖ്യമന്ത്രിയാണ് ആര്? VD സതീശൻ അല്ലെ? കേരള മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ്. കേരള മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തി. ഇതുവരെ 13 പേരാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളത്. 24ാമത്തെ മുഖ്യമന്ത്രിയും അതുപോലെ 13ാമത്തെ വ്യക്തിയുമാണ് അല്ലെ? പലരും 2-3 തവണ ഒക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. ഇപ്പം പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ 2 തവണയായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ് അല്ലെ? കഴിഞ്ഞ 2016 മുതൽ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അത് കൂട്ടി വരുമ്പോഴത്തേക്കും അങ്ങനെ വരുമ്പോൾ 24ാമത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. പക്ഷേ മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തി കൂടിയാണ് അല്ലെ? സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച അല്ലെ? സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അല്ലെ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്ന ആദ്യ വ്യക്തിയാണ് ആര്? VD സതീശൻ. കണ്ടോ? സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്ന ആദ്യ വ്യക്തിയാണ് ആര്? VD സതീശൻ. ഇനി കോൺഗ്രസ്സുകാരനായ 5ാമത്തെ മുഖ്യമന്ത്രിയാണ് ആര്? VD സതീശൻ. എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? 5ാമത്തെ മുഖ്യമന്ത്രി. മന്ത്രിസ്ഥാനം വഹിക്കാതെ കേരള മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 4ാമത്തെ വ്യക്തിയാണ് ആര്? VD സതീശൻ. കണ്ടോ?
മന്ത്രിസ്ഥാനം അല്ലെ, ഇത്രയും നാളായിട്ടും വി ഡി സതീശന് ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടില്ല അല്ലെ. കപ്പിനും ചുണ്ടിനുമിടയിൽ ഒരുപാട് തവണ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം മന്ത്രിസ്ഥാനത്തിൽ എത്താതെ മുഖ്യമന്ത്രിയാവുന്ന 4ാമത്തെ വ്യക്തി അല്ലെ. കേരളത്തിലെ 11ാമത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ആര്? വി ഡി സതീശൻ അല്ലെ. അത് ഏത് നിയമസഭയായിരുന്നു? 15ാം നിയമസഭയായിരുന്നു അല്ലെ. 15ാം നിയമസഭയിലായിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നത്. എത്രാമത്തെയാണ്? 11ാമത്തെ പ്രതിപക്ഷ നേതാവായിട്ടായിരുന്നു അല്ലെ. അതിന് മുമ്പെടുത്ത പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? രമേശ് ചെന്നിത്തലയായിരുന്നു അല്ലെ. 2001 മുതൽ പറവൂർ എന്ന് വെച്ചാൽ എറണാകുളത്തെ പറവൂരിലെ MLA ആണ് വി ഡി സതീശൻ. 2001 മുതൽ MLA ആണ്. ലഹരി മാഫിയയെ അടിച്ചമർത്തി സംസ്ഥാനത്തെ മയക്കുമരുന്ന് വിപത്തിന് അറുതി വരുത്താൻ കേരള പോലീസ് രൂപം നൽകിയ സമഗ്ര കർമ്മ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. എവിടെയാണ്? ലഡാക്കിൽ. നോക്കി, സമുദ്രനിരപ്പിൽ നിന്നും 14,000 അടി ഉയരത്തിലുള്ള പുക താഴ്വരയിലാണ് ONGCയുടെ നേതൃത്വത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികളിൽ സൈബർ സുരക്ഷ അവബോധം വളർത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിനുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കിഡ് ഗ്ലോവ് പ്രോജക്റ്റ്. ഏതാണ്? കിഡ് ഗ്ലോവ് പ്രോജക്റ്റ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് 2026 അർഹയായ മലയാളി ആരാണ്? VS മഞ്ജുമോൾ. നോക്കിയേ, ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് 2026 അർഹയായ മലയാളിയാണ് VS മഞ്ജുമോൾ. മലയാളത്തിൽ ആദ്യമായി സമ്പൂർണമായി AI നിർമ്മിച്ച ചിത്രം ഏതാണ്? മണികണ്ഠൻ ദ ലാസ്റ്റ് അവതാർ. പൂർണ്ണമായിട്ടും AI നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യറി സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഏതാണ്? സിക്കിം. പ്രഖ്യാപനം നിർവഹിച്ചതാരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് അല്ലെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. 2026 മെയ് 1 ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 2026 മെയ്യിൽ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിതരായത് നോക്കി ആരാണ്? ഡോക്ടർ ആർ ബാലസുബ്രഹ്മണ്യം ഉണ്ടോ? ഡോക്ടർ ആർ ബാലസുബ്രഹ്മണ്യവും ഡോക്ടർ ജോറാം അനിയ ഉണ്ടോ? പുതിയ നിയമനത്തോടെ നീതി ആയോഗിലെ മുഴുവൻ സമയ അംഗങ്ങളുടെ എണ്ണം എത്രയായിട്ട് ഉയർന്നു? 7 ഉയർന്നു കണ്ടോ. ഇപ്പോൾ മൊത്തം എത്ര അംഗങ്ങളുണ്ട്? 7 അംഗങ്ങളുണ്ട്. എത്ര അംഗങ്ങളുണ്ട്? 7 അംഗങ്ങളുണ്ട്. മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA ആരാണ്? ഫാത്തിമ തഹ്ലിയാണ്. ആരാണ്? ഫാത്തിമ തഹ്ലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നാണ് ഫാത്തിമ തഹ്ലിയെ എന്ത് ചെയ്തിരിക്കുന്നത്? വിജയിച്ചിരിക്കുന്നത്. 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റ വോട്ടിന്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട DMK മന്ത്രി, ഒറ്റ വോട്ടിന്റെ വ്യത്യാസത്തിൽ ജയിച്ച ആളെ നമ്മൾ നേരത്തെ പറയുണ്ടായിരുന്നു. ഇത് പരാജയപ്പെട്ട DMKയുടെ മന്ത്രിയാണ് KR പെരിയകറുപ്പൻ. ആരാണ്? KR പെരിയകറുപ്പൻ കണ്ടോ. തിരുപ്പത്തൂർ മണ്ഡലത്തിൽ തമിഴക വെട്രിക്കഴകം TVK സ്ഥാനാർത്ഥി ശ്രീനിവാസ സേതുപതിയോടാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ പുരുഷ ടീമിന്റെ പരിശീലകയാകുന്ന ആദ്യ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന ആരാണ്? സാറ ടൈലർ അല്ലെ. സാറ ടൈലർ ആരാണെന്ന് അറിയാമോ? സാറ ടൈലർ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീമിന്റെ വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റനും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് ആര്? സാറ ടൈലർ. രാജ്യത്തെ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ സംവിധാനങ്ങളെയും സംയോജിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച സമഗ്ര പ്ലാറ്റ്ഫോം എന്താണ്? സ്വസ്ഥ് ഭാരത്. എന്താണ്? സ്വസ്ഥ് ഭാരത്. 2026 ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ്? പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ M മുകുന്ദനാണ് ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ്? M മുകുന്ദനാണ് ലഭിച്ചിരിക്കുന്നത്. മദ്യപാനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 18 നിന്നും 21 വയസ്സായി ഉയർത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാട്.
16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായിട്ട് സ്ഥാനമേറ്റിരുന്നത് ആരാണ്? ജി സുധാകരനാണ്. ആരാണ്? ജി സുധാകരനാണ് സ്ഥാനമേറ്റത്. 2026 മെയ്യിൽ കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ്? കെ ജാജു ബാബു ആണ്. കെ ജാജു ബാബു. മെയ് 21 ദേശീയ ഭീകര വിരുദ്ധ ദിനമാണ്. മെയ് 21 ദേശീയ ഭീകര വിരുദ്ധ ദിനമാണ്. മെയ് 21. 2030 മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള ചൈനയുടെ ലൂണാർ മിഷൻ 2030 കണ്ടോ, ലൂണാർ മിഷൻ 2030 അതിന്റെ ഭാഗമായിട്ട് വിക്ഷേപിച്ച അത്യാധുനിക ബഹിരാകാശ പേടകം ഏതാണ്? ഷെൻഷോ 23. ഷെൻഷോ 23 ആണ്. ഓക്കെ ആണല്ലോ. ഹോങ്കോങ്ങിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ലായ് കായിങ്. ആരാണ്? ലായ് കായിങ്. ഉണ്ടോ? 2026 ഫിഫ അണ്ടർ-17 വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? ഏതാണ്? മൊറോക്കയാണ്. ഏതാണ്? മൊറോക്ക. 2026 ഫിഫ അണ്ടർ-20 വനിതാ ലോകകപ്പിന്റെ വേദി ഏതാണ്? പോളണ്ട് ആണ്. പോളണ്ട്. 2026 മെയ്യിൽ കർണാടകയുടെ 18ാമത് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നത് ആരാണ്? ഡി കെ ശിവകുമാർ ആണ്. കണ്ടോ? ആരാണ്? ഡി കെ ശിവകുമാർ. കർണാടകയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം അലങ്കരിച്ച സിദ്ധരാമയ്യ. കണ്ടോ? 2026 മെയ് 28 പദവി രാജിവെച്ചു. അവർക്ക് പകുതി 2.5 വർഷം വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. സ്ത്രീ ശാക്തീകരണത്തിനായി 2026-27 വർഷത്തിൽ രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണ്? ഡി പുരന്തേശ്വരിയാണ്. ആരാണ്? ഡി പുരന്തേശ്വരി. 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? എം മുകുന്ദനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി സ്പീക്കറിനെ കുറിച്ച് പറയാം. ആരാണ് സ്പീക്കർ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം നിയമസഭയുടെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനിമോൾ ഉസ്മാനാണ്. ആരാണ്? ഷാനിമോൾ ഉസ്മാനാണ്. പട്ടികജാതി SC വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് ആര്? കെ എ തുളസി. ആരാണ്? കെ എ തുളസി. കണ്ടോ? കെ എ തുളസിയുടെ മണ്ഡലം ഏതാണ്? കോങ്ങാടാണ്. ഏത് മണ്ഡലമാണ്? കോങ്ങാട്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ മന്ത്രി ആരാണ്? പി കെ ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. ആരാണ്? പി കെ ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. ഏത് മന്ത്രിസഭയായിരുന്നു? EMS മന്ത്രിസഭ. 1957-59 EMS മന്ത്രിസഭയിലെ പി കെ ചാത്തൻ മാസ്റ്റർ ആണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യ മന്ത്രി. പട്ടികവർഗ വിഭാഗം ST വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ മന്ത്രി ആരായിരുന്നു? പി കെ ജയലക്ഷ്മി ആയിരുന്നു. കണ്ടോ? ഉമ്മൻചാണ്ടി മന്ത്രിസഭ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലായിരുന്നു പി കെ ജയലക്ഷ്മിയെ മന്ത്രിയാക്കിയത്. ST വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മന്ത്രി. 2026 മെയ്യിൽ ഇന്ത്യ സന്ദർശിച്ച മെഡിറ്ററേനിയൻ രാജ്യമായ സൈപ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? നിക്കോസ് ക്രിസ്റ്റോഡൗലിഡസ്. കണ്ടോ? നിക്കോസ് ക്രിസ്റ്റോഡൗലിഡസ്. ഓക്കെ ആണല്ലോ. ഒപ്പുവെച്ച കരാറുകൾ എത്ര എണ്ണമാണ്? 6 കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. പ്രഥമ ഇന്ത്യ സൈപ്രസ് ബഹിരാകാശ ദിനം ആചരിച്ചത് എന്നാ? 2026 മെയ് 18 2026 മെയ് 18. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ 2026 അവാർഡിന് അർഹനായത് ആരാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂർ ആണ്. ആരാണ്? ജോർജ് ഓണക്കൂർ ആണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷൻ. കണ്ടോ? ഷെഫ് ഡി മിഷനായി നിയമിതനായത് ആരാണ്? രോഹിത് രാജ്പാൽ ആണ്. രോഹിത് രാജ്പാൽ. തമിഴ്നാടിന്റെ വകുപ്പ് മന്ത്രി ആരാണ്? ആർ കുമാർ. ആരാണ്? ആർ കുമാർ ആണ് തമിഴ്നാടിന്റെ വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റത്. 16ാം കേരള നിയമസഭയിലെ ചീഫ് വിപ്പ് ആയി നിയമിതനായത് ആരാണ്? അപ്പു ജോൺ ജോസഫ് ആണ്. ആരാണ്? അപ്പു ജോൺ ജോസഫ്. മുതിർന്ന കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ PJ ജോസഫിന്റെ മകൻ.
PJ ജോസഫിന്റെ മകൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ഏതാണ്? തൊടുപുഴയാണ്. ഉണ്ടോ? തൊടുപുഴയാണ്. അപ്പൊ നോക്കി ഏതാണ്ടേ. അപ്പോൾ അപ്പു ജോൺ ജോസഫ് ആരുടെ മകനാണ്? PJ ജോസഫിന്റെ മകനാണ്. മണ്ഡലം ഏതാണ്? തൊടുപുഴയാണ്. ഏതാണ്? തൊടുപുഴയാണ്. കേരളത്തിൽ പകർച്ചവ്യാധികൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പരിശോധന എന്താണ്? ഓപ്പറേഷൻ ക്ലീൻ കേരള. ഓപ്പറേഷൻ ക്ലീൻ കേരള. രാജ്യത്ത് ആദ്യമായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഏതാണ്? കേരളം. കണ്ടോ? ആരാണ്? കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം. കേരളത്തിലെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായിരിക്കുന്ന ആരാണ്? ഡോക്ടർ എ കൗശികനാണ്. ആരാണ്? ഡോക്ടർ എ കൗശികനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ്. അറിയാലോ, രക്തൻ യു കേൽക്കർ എന്ത് ചെയ്തിരിക്കുകയാണ്? ചീഫ് സെക്രട്ടറി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ എ കൗശികനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ഇപ്പോൾ നിയമിതനായത്. 2026 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ മുഖ്യ വേദി എവിടെയാണ്? കൊൽക്കത്തയാണ്. യോഗാ ദിനം എന്നാണ്? ജൂൺ 21. എന്നാണ്? ജൂൺ 21. ഔദ്യോഗിക പ്രമേയം എന്താണ്? യോഗ ഫോർ ഹെൽത്തി ഏജിങ്. കണ്ടോ? യോഗ ഫോർ ഹെൽത്തി ഏജിങ്. 2026 ജൂണിൽ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ഏതാണ്? അഹമ്മദാബാദാണ്. ഏതാണ്? അഹമ്മദാബാദാണ്. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ റെസ്ക്യൂ ആംബുലൻസ് പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഏത്? ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏതാണ്? ഉത്തർപ്രദേശാണ്. അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ ഹാൻഡ വൈറസ് ഉണ്ടോ? നമ്മൾ പറഞ്ഞാണ് അല്ലെ. തുടർന്ന് കേപ്പ് വേർഡിന് സമീപം നടുക്കടലിൽ കുടുങ്ങിയ ലക്ഷറി കപ്പൽ ഏതാണ്? MV ഹോണ്ടിയസ് ആണ്. നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, 2026 ലോക പ്രശസ്ത ഫാഷൻ മേളയായ മെറ്റ് ഗാല. എന്താണ്? മെറ്റ് ഗാല. മെറ്റ് ഗാല റെഡ് കാർപ്പറ്റിൽ വിരിച്ച പരവതാനി നിർമ്മിച്ചത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്? ഏതാണ്? ചേർത്തല. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ആ പരവതാനി നിർമ്മിച്ചിരിക്കുന്നത്. മൂഡീസ് റേറ്റിംഗ് ഏജൻസിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം വളർന്നുവരുന്ന സാമ്പത്തിക ശക്തികളിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഏറ്റവും പുതിയ T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തിയ രാജ്യം ഇന്ത്യയാണ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അടുത്ത ചോദ്യം, 2026 പുലിസ്റ്റർ പുരസ്കാരം അല്ലെ, പുലിസ്റ്റർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജരായ മാധ്യമ പ്രവർത്തകർ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആനന്ദ് ആർക്കെയും സുപർണ ശർമ്മയും. ചില ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരും കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി 4 മണിക്കൂർ തുടർച്ചയായി വൈദ്യുതി ലഭ്യമാക്കാൻ ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കണ്ടോ, ബെസ് പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളം. ഇന്ത്യയുമായി അടുത്തിടെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ന്യൂസിലൻഡ് ആണ്. ഏതാണ്? ന്യൂസിലൻഡ്. തപസ്യ കലാസാഹിത്യ വേദി ഏർപ്പെടുത്തിയ അക്കിത്തം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രൊഫസർ വി മധുസൂദനൻ നായർ ആണ്. ആരാണ്? പ്രൊഫസർ വി മധുസൂദനൻ നായർ. IPL ചരിത്രത്തിൽ 150 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? KL രാഹുൽ ആണ്. ആരാണ്? KL രാഹുൽ. IPL ചരിത്രത്തിൽ ഒരു ടീമിന് വേണ്ടി മാത്രം കളിച്ച് 300 സിക്സറുകൾ തികയ്ക്കുന്ന ആദ്യ താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. ഏത് ടീമിന് വേണ്ടിയിട്ടാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയിട്ടാണ്. രാജ്യത്തെ ആദ്യത്തെ പഴന്തുണി സംസ്കരണ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ നഗരസഭ ഏതാണ്? നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. രാജസ്ഥാനിലെ ബാർമർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത റിഫൈനറി കം പെട്രോ കെമിക്കൽ കോംപ്ലക്സുമായ പച്പദ്ര റിഫൈനറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് ഉദ്ഘാടനം ചെയ്തത്?
ഏതാണ് 2026 ഏപ്രിൽ 21. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായ IUCN മുന്നറിയിപ്പ് പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട അന്റാർട്ടിക്കയിലെ ജീവിവർഗങ്ങൾ ഏതാണ്? പെൻഗ്വിനുകളും സീലുകളും. അടുത്തിടെ കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ജലതർക്കത്തിന് കാരണമായ മേക്കേദാട്ട് അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ സഹായിക്കുന്നതിനായി കേന്ദ്ര ഭരണപരിഷ്കാര പൊതുപരാതി പരിഹാര വകുപ്പും അതുപോലെ തന്നെ ഭാഷിണിയും സംയുക്തമായി അടുത്തിടെ പുറത്തിറക്കിയ അധിഷ്ഠിത വോയിസ് ചാറ്റ്ബോട്ടിന്റെ പേരെന്ത്? എന്താണ്? സമാധാൻ ദീദിയാണ്. ഏതാണ്? സമാധാൻ ദീദി. സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശ പ്രകാരം ഹൈക്കോടതികളിൽ വാദം പൂർത്തിയായ സാധാരണ കേസുകളിൽ പരമാവധി എത്ര സമയത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കണം? എത്ര സമയത്തിനുള്ളിലാണ്? 3 മാസത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഹൈഡ്രോഫോയിൽ ബോട്ട് സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? ഏതാണ്? മുംബൈ ആണ്. ഏതാണ്? മുംബൈ. ഇന്ത്യയിലെ മനുഷ്യക്കടത്തും ലൈംഗിക ചൂഷണവും തടയുന്നതിനായി സുപ്രീം കോടതിയിൽ 22 വർഷം നീണ്ട നിയമ പോരാട്ടം നടത്തി ചരിത്ര വിധി സമ്പാദിച്ച പ്രജ്വല എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപക ആരാണ്? സുനിത കൃഷ്ണനാണ്. ആരാണ്? സുനിത കൃഷ്ണൻ. കെട്ടിട നിർമ്മാണ അനുമതികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി അധിഷ്ഠിത സംവിധാനമായ സിവിക് ടീം കണ്ടോ ആരംഭിച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രധാന പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ഏതാണ്? കൊൽക്കത്തയാണ്. അടുത്തിടെ ഗുജറാത്തിലെ ഗിർ ദേശീയ ഉദ്യാനത്തിൽ സിംഹക്കുട്ടികൾ മരണപ്പെട്ടതിന് കാരണമായി സംശയിക്കുന്ന രോഗം ഏതാണ്? ബബേസിയ. ഏതാണ്? ബബേസിയ എന്നാണ് ആ രോഗത്തിന്റെ പേര്. പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അഹമ്മദാബാദ് ആണ്. അപ്പോൾ മെയ് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫേഴ്സും നമ്മൾ ഇവിടെ എടുത്തിരിക്കുകയാണ്. അപ്പം ഇത് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് എല്ലാം എഴുതി വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ ആണല്ലോ? അടുത്ത മാസവും ഇതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫേഴ്സുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ സൈനിങ് ഓഫ്. ബൈ.